ആഗസ്റ്റ് 21 വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ. ജനനം 1835, മരണം 1914. ഇറ്റലിയിലെ ത്രെവിസോ രൂപതയിൽപ്പെട്ട റീസ് എന്ന ഗ്രാമത്തിൽ ജവാനി ബത്തിസ്ത സാർത്തോയുടെയും മർഗരീത്ത സാൻസണിന്റെയും 10 മക്കളിൽ രണ്ടാമത്തെ ആളാണ് ജോസഫ് സാർത്തോ. പഠനകാലത്ത് ദാരിദ്ര്യം നിമിത്തം ചെരുപ്പില്ലാതെയാണ് കാസ്റ്റൽ ഫ്രാങ്കോയിലെ സ്കൂളിലേക്ക് നടന്നുപോയിരുന്നത്. പഠന സാമർഥ്യം കൊണ്ട് പാദുവ സെമിനാരിയിൽ പഠിക്കാൻ ഒരു സ്കോളർഷിപ്പ് കിട്ടി. സ്വഭാവ ഗുണവും നല്ല ഓർമ്മശക്തിയുമുള്ള ജോസഫ് സാർത്തോ നല്ല ഭാവിയുള്ള വിദ്യാർത്ഥിയാണെന്ന് സെമിനാരി അധികൃതർ അഭിപ്രായപ്പെട്ടു. 1858 സെപ്റ്റംബർ 18-ാം തീയതി ജോസഫ് വൈദികനായി. ടെബോളോ, സൽസാനോ എന്നീ ഇടവകകളിൽ എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു. പ്രസംഗങ്ങൾക്ക് നല്ല ഓജസ്സും ദൈവാലയ ശുശ്രൂഷകൾക്ക് കൃത്യനിഷ്ഠയും ദീർഘനേരം കുമ്പസാരക്കൂട്ടിലിരിക്കാനുള്ള സന്നദ്ധതയും അദ്ദേഹത്തെ ഏവരുടെയും കണ്ണിലുണ്ണിയാക്കി. 1884 നവംബർ 16-ാം തീയതി മാന്തുവ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. മെത്രാഭിഷേകം കഴിഞ്ഞ് അമ്മയെ സന്ദർശിച്ചപ്പോൾ തന്റെ മോതിരം അമ്മയെ കാണിച്ചുകൊടുത്തു. അമ്മ തന്റെ വിവാഹമോതിരം കാണിച്ചുകൊണ്ട് പറഞ്ഞു, "ഞാൻ ഇത് ധരിച്ചില്ലായിരുന്നെങ്കിൽ നിനക്കത് ലഭിക്കയില്ലായിരുന്നു." 1893 ബിഷപ്പ് ജോസഫ് കർദിനാളായി ഉയർത്തപ്പെടുകയും അതേ വർഷം തന്നെ വെനീസിലെ പേട്രിയാർക്കായി നിയമിക്കപ്പെടുകയും ചെയ്തു. ലയോ 13-ാമൻ മാർപ്പാപ്പയുടെ മരണശേഷം പേപ്പൽ തിരഞ്ഞെടുപ്പിന് പോയത് മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റ് വാങ്ങിച്ചായിരുന്നെങ്കിലും ദരിദ്രനും വിനീതനുമായ കാർഡിനൽ സാർത്തോ 1903 ആഗസ്റ്റ് 4-ാം തീയതി മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുകയാണുണ്ടായത്. 9-ാം തീയതി ആയിരുന്നു 10-ാം പിയൂസിന്റെ കിരീടധാരണം. സമസ്തവും ക്രിസ്തുവിൽ നവീകരിക്കുക എന്നതായിരുന്നു തിരുമേനിയുടെ മുദ്രാവാക്യം. കുർബാന പുസ്തകം, കാനോന നമസ്കാരം, ആരാധനാഗാനം എന്നിവ പരിഷ്കരിച്ചു. കാനൻ നിയമസമാഹാരമുണ്ടാക്കാൻ നടപടികളെടുത്തു. 1907 കർത്താവിന്റെ അജഗണത്തെ പോറ്റുക എന്ന ചാക്രിക ലേഖനത്തിലൂടെ അതിസ്വാഭാവിക ശക്തി നിഷേധിക്കുന്ന ആധുനികതയുടെ വാദങ്ങളെ അദ്ദേഹം തിരുത്തി. കത്തോലിക്ക സാമൂഹിക പ്രവർത്തനത്തിന് പ്രോത്സാഹനം നൽകി. അനുദിന ദിവ്യകാരുണ്യ സ്വീകരണം അദ്ദേഹം അൽമായർക്കും അനുവദിച്ചു. തിരിച്ചറിവ് വന്ന കുട്ടികൾക്ക് കൂടി ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ അദ്ദേഹം അനുവാദം നൽകി. അതിനാൽ വിശുദ്ധ കുർബാനയുടെ മാർപ്പാപ്പ എന്ന് 10-ാം പിയൂസിനെ വിളിക്കാറുണ്ട്. മാർപ്പാപ്പ ആയിട്ടും ദാരിദ്ര്യാരൂപിക്ക് വ്യത്യാസം വന്നില്ല. വത്തിക്കാനിലെ വിലപിടിച്ച കാർപ്പറ്റുകളൊക്കെ മാറ്റിവെച്ചു. "ഞാൻ ദരിദ്രനായി ജനിച്ചു, ദരിദ്രനായി ജീവിച്ചു, ദരിദ്രനായി മരിക്കും" എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജ്ഞാനായ കത്തോലിക്കർക്കു മാത്രമായി കോട്ടയം സീറോ മലബാർ രൂപത സ്ഥാപിച്ചത് 10-ാം പിയൂസ് മാർപ്പാപ്പയാണ്. 1914 ആഗസ്റ്റ് 2-ാം തീയതി ലോകമാസകലമുള്ള കത്തോലിക്കർക്ക് മാർപ്പാപ്പ ഇപ്രകാരം എഴുതി: "ഒരു ഭീകര യുദ്ധത്തിന്റെ കൊടുങ്കാറ്റ് ഏതാണ്ട് യൂറോപ്പ് മുഴുവനെയും കീറിമുറിച്ചിരിക്കുന്നു. സങ്കടവും കണ്ണുനീരും കൂടാതെ അതിന്റെ നാശനഷ്ടങ്ങൾ വിഭാവനം ചെയ്യാൻ കഴിയുന്നില്ല. നമ്മുടെ ഹൃദയത്തിന് എത്രയും പ്രിയപ്പെട്ട അനേകരുടെ ജീവനെയും ആത്മരക്ഷയെയും പറ്റിയുള്ള ഉത്കണ്ഠ നമ്മുടെ ഹൃദയത്തെ ആകുലമാക്കിയിരിക്കുന്നു. ദിവ്യകാരുണ്യത്തിന്റെ തിരുമുമ്പിൽ അഭയം തേടാൻ എല്ലാ കത്തോലിക്കരോടും നാം അഭ്യർത്ഥിക്കുന്നു." യുദ്ധത്തിന്റെ ഭീകരത വർദ്ധിച്ചപ്പോൾ പോർക്കളത്തിൽ മരിക്കുന്നവർക്കു വേണ്ടി ഞാൻ മരിക്കുന്നു, ഈ യുദ്ധം എന്റെ മരണമാണ് എന്ന് ഉരുവിട്ടുകൊണ്ടിരുന്നു. 1914 ആഗസ്റ്റ് 20-ാം തീയതി മാർപ്പാപ്പ ഹൃദയാഘാതത്തെ തുടർന്ന് ദിവംഗതനായി. അദ്ദേഹത്തിന്റെ കബറിടത്തിൽ ഇങ്ങനെ ഉല്ലേഖനം ചെയ്തിരിക്കുന്നു: "ദരിദ്രനും അതേസമയം സമ്പന്നനും വിനീത ഹൃദയനും ശാന്തശീലനും കത്തോലിക്ക താൽപര്യങ്ങളുടെ ധീരസംരക്ഷകനും എല്ലാം ക്രിസ്തുവിലേക്ക് പിന്തിരിക്കുന്നതിനു ബദ്ധശ്രദ്ധനുമായ 10-ാം പിയൂസ്. വിചിന്തനം:
സമാധാന പാലകർ അനുഗ്രഹീതരാകുന്നു. എന്തെന്നാൽ അവർ ദൈവപുത്രരെന്നു വിളിക്കപ്പെടും.